സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിദിന ചിന്തയിലേക്ക് സ്വാഗതം. എല്ലാ വാഴ്ചയ്ക്കും അധികാരി തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. കൊലോസ്യർ 2:10 വാക്യം. യേശുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കും നമ്മുടെ ശത്രുവായ സാത്താനും തമ്മിൽ സമാനമായ യുദ്ധം നടക്കുന്നതായി കാണാൻ എളുപ്പമാണ്. ആത്മീയഭക്തിയിലേക്ക് നയിക്കുന്ന നിരന്തരമായ വളർച്ചയാണ് നമ്മുടെ ലക്ഷ്യം. ദൈവമാത്രനായ നമ്മുടെ ജീവിതം വേറിട്ട് നിൽപ്പാൻ നാം ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശ്വാസം നശിപ്പിക്കുവാനും നാം വളരാതിരിക്കാൻ വിശ്വാസം ശ്രമിക്കുന്നു. എന്നാൽ യേശുവിന് എല്ലാ ശക്തികളും മേൽ പൂർണ്ണ ആധിപത്യമുണ്ട്. കൂടെ നമ്മെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാനും അവന് കഴിയും. കൊലോസ്യർ 2:10. അതായത് അവൻ നമ്മെ സമ്പൂർണ്ണരാക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ വിജയം ആ മനോഹരമായ സൂര്യകാന്തിപ്പൂക്കൾ പോലെ ലോകത്തെ വീട്ടു നിൽപ്പാൻ നമ്മെ അനുവദിക്കുന്നു. യേശു നമുക്ക് വിരോധം പ്രതികൂലമായിരിക്കുന്ന കയ്യെഴുത്ത് നമ്മുടെ പാവങ്ങളെ ശിക്ഷ കുടിച്ച് തഴച്ചപ്പോൾ നമ്മെ നിയന്ത്രിക്കുന്ന ശക്തികളെ അവൻ നശിപ്പിച്ചു. നമ്മൾ വേരൂന്നുകയും ആത്മീയ വർദ്ധന പ്രാപിക്കുകയും ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുകയും ചെയ്തു. ശത്രുവിൻ്റെ ആത്മീയ ആക്രമണങ്ങളെ ചെറുക്കുവാനും യേശുവിൽ താഴ്ചയുള്ളവരും നാം അവൻ്റെ ശക്തിയുള്ളവരാണ്. അത് യഥാർത്ഥ സൗന്ദര്യമുള്ള ജീവിതത്തെ പ്രദർശിപ്പിക്കുന്നു. നിങ്ങൾ ആത്മീയ ഭക്തി വളർന്നു വരുമ്പോൾ അതിൻ്റെ ഏത് മേഖലകളാണ് ശത്രു കാർന്നു വരാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ആത്മീയ ആക്രമണങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്നത് ഏറ്റവും പ്രധാനമാക്കി എന്തുകൊണ്ടാണ്? പ്രാർത്ഥിക്കാൻ. സ്നേഹമുള്ള ദൈവമേ, നിനക്ക് വേണ്ടി എൻ്റെ ജീവിതം മനോഹരമാക്കണമേ. എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തതിനാൽ നിൻ്റെ ശക്തിയാ ശത്രുവിനെ ചെറുക്കുവാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനുമായി നന്ദി. അതാണ് എൻ്റെ പ്രതീക്ഷയുടെയും ശക്തിയുടെയും ധൈര്യം ഉറവിടം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ നേരിടുക. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.